ഇന്ത്യയും യുണൈറ്റഡ് കിങ്ഡവും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്ത്യയുടെ വളർച്ചാപാതയിൽ ഒരു സുപ്രധാന നാഴികക്കല്ലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തിന് ആസൂത്രിതമായി രൂപപ്പെടുത്തിയ ഈ കരാർ ഇന്ത്യൻ കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, കരകൗശല വിദഗ്ധർ, ചെറുകിട വ്യാപാരികൾ എന്നിവർക്ക് ആഗോളതലത്തിൽ തങ്ങളുടെ മുദ്ര പതിപ്പിക്കാൻ വലിയ അവസരങ്ങൾ നൽകുന്നു. ഒപ്പം രാജ്യത്ത് നിരവധി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാധാരണക്കാർക്ക് മികച്ച ഉൽപ്പന്നങ്ങൾ മത്സ്യാധിഷ്ഠമായ വിലയിൽ ലഭ്യമാക്കാനും ഇത് വഴിയൊരുക്കും. ആഗോളതലത്തിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം ഓസ്ട്രേലിയ, യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ രാജ്യങ്ങൾ, UI എന്നിവർ ഉൾപ്പെടെയുള്ള മറ്റ് വികസിത രാജ്യങ്ങളുമായി ഇന്ത്യ ഇതിനോടകം സമാനമായ കരാറുകൾ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. ഈ കരാറുകളുടെ എല്ലാം തുടർച്ചയാണ് UK-യുമായുള്ള പുതിയ ഉടമ്പടി. 2014 മുതൽ മോദി സർക്കാർ സ്വീകരിച്ചു വരുന്ന ഒരു ദൃഢനിശ്ചയത്തോടുള്ള തന്ത്രത്തിന്റെ ഭാഗമാണിത്. ആഗോളതലത്തിൽ ഇന്ത്യൻ സാമ്പത്തിക അവസ്ഥയിലുള്ള വിശ്വാസം വീണ്ടെടുക്കുക, വിദേശ നിക്ഷേപങ്ങൾക്ക് ഇന്ത്യൻ വിപണിയെ കൂടുതൽ ആകർഷിക്കുക എന്നിവയാണ് ഈ തന്ത്രത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വ്യാപാര നയങ്ങളിലെ അനിശ്ചിതത്വങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന സ്വാതന്ത്ര്യ വ്യാപാര കരാറുകൾ ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഇത് നിക്ഷേപകരുടെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിപ്പിച്ചു. 2014 ശേഷം ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനം ഏകദേശം 3 ഇരട്ടി വർദ്ധിച്ചു. 331 ലക്ഷം കോടി രൂപയുമായി ഉയർന്നു. വിപ്ലവകരമായ സാമ്പത്തിക പരിഷ്കാരങ്ങൾ, ബിസിനസ് ചെയ്യുന്നതിനുള്ള എളുപ്പം, പ്രധാനമന്ത്രിയുടെ ആഗോള സ്വീകാര്യത എന്നിവ ഇന്ത്യക്ക് ശക്തമായ അവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിച്ചു. ഇന്ന് ലോകം ഇന്ത്യയുടെ ഈ അപ്രതിരോധമായ വിജയഗതയിൽ പങ്കുചേരാനും സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ഏർപ്പെടാനും താല്പര്യപ്പെടുന്നു. ഇന്ത്യ-UK കരാർ UK വിപണിയിലെ എല്ലാ മേഖലകളിലും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് സമഗ്രമായ പ്രവേശനം ഉറപ്പാക്കുന്നു. വ്യാപാര മൂല്യത്തിന്റെ ഏകദേശം 100% വരുന്ന ഉൽപ്പന്നങ്ങളിൽ 99% ഉൽപ്പന്നങ്ങൾക്കും നികുതി ഒഴിവാക്കിയിട്ടുണ്ട്. 2030 കരാർ പൂർണ്ണമായി നടപ്പിലാക്കുന്നതോടെ ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള വ്യാപാരം ഇരട്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് $56 ബില്യൺ ഉഭയകക്ഷി വ്യാപാരത്തിനുള്ള വലിയ അവസരങ്ങൾ തുറന്നു നൽകുന്നു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് സമാന മേഖലയിലെ എതിരാളികളെക്കാൾ മികച്ച മത്സരക്ഷമതയുള്ളതിനാൽ ചെറുകിട ബിസിനസ്സുകൾക്ക് ഇത് വളരെയധികം പ്രയോജനകരമാകും. സോളാർ ബൗളുകൾ, ക്രിക്കറ്റ് ഗിയർ, കളിപ്പാട്ടങ്ങൾ എന്നിവ നിർമ്മിക്കുന്ന കമ്പനിയുടെ UK-യിലെ തങ്ങളുടെ ബിസിനസ് ഗണ്യമായി വികസിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന മത്സരക്ഷമത കയറ്റുമതിയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുകയും നിക്ഷേപത്തിലും തൊഴിലവസരങ്ങളിലും ഒരു പുതിയ തരംഗം സൃഷ്ടിക്കുകയും ചെയ്യും. തുണിത്തരങ്ങൾ, തുകൽ ഉൽപ്പന്നങ്ങൾ, പാദരക്ഷകൾ എന്നിവയിൽ UK-യിലെ ആദ്യ 3 വിതരണക്കാരിൽ ഒന്നായി മാറാനുള്ള സാധ്യത ഇന്ത്യക്കുണ്ട്. ഇത് ചെറുകിട ബിസിനസ്സുകൾ, വനിതകൾ ഉൾപ്പെടെയുള്ള കരകൗശല വിദഗ്ധർ, കൈത്തൊഴിലാളികൾ തുടങ്ങിയ സാധാരണക്കാരെ പോലുള്ള ആഗോള മൂല്യശൃംഖലയിൽ നിർണായക ശക്തിയായി മാറും. രത്നങ്ങളും ആഭരണങ്ങളും, എഞ്ചിനീയറിംഗ് സാധനങ്ങൾ, രാസവസ്തുക്കൾ, ഫോണുകൾ പോലുള്ള ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ കയറ്റുമതിയിൽ വലിയ കുതിച്ചുചാട്ടം പ്രതീക്ഷിക്കുന്നു. ആഭ്യന്തര കർഷകരെ സംരക്ഷിക്കുന്നതുമായി ഇന്ത്യൻ കാർഷിക മേഖലയിൽ അതീവ സംയുക്തമായ വിഭാഗങ്ങളെ ഈ കരാറിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. പാൽ ഉൽപ്പന്നങ്ങൾ, ഓട്സ്, പാചക എണ്ണകൾ എന്നിവയ്ക്ക് ഇന്ത്യ ഇതുവരെ നികുതി ഇളവുകൾ നൽകിയിട്ടില്ല. ഭക്ഷ്യസുരക്ഷ, ആഭ്യന്തര വില സ്ഥിരത, ദുർബല കർഷക സമൂഹങ്ങളുടെ സംരക്ഷണം എന്നിവയ്ക്ക് സർക്കാർ നൽകുന്ന മുൻഗണനയാണ് ഈ ഒഴിവുകളിലൂടെ വ്യക്തമാക്കുന്നത്. 95% കാർഷിക ഉൽപ്പന്നങ്ങൾക്കും സംസ്കരിച്ച ഭക്ഷ്യവസ്തുക്കൾക്കും പൂർണ്ണമായി നികുതി ഒഴിവാക്കും. ഇത് കാർഷിക കയറ്റുമതിയിലും ഗ്രാമീണ അഭിവൃദ്ധിയിലും അതിവേഗതയിലുള്ള മുന്നേറ്റത്തിന് വഴിയൊരുക്കും. നികുതിരഹിത വിപണി പ്രവേശനം 3 വർഷത്തിനുള്ളിൽ കാർഷിക കയറ്റുമതി 20%-ലധികം വർദ്ധിപ്പിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു. ഇത് 2030 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ $100 ബില്യൺ കാർഷിക കയറ്റുമതി എന്ന ലക്ഷ്യത്തിലേക്ക് ഗണ്യമായി സംഭാവന നൽകും. ജർമ്മനി, തായ്ലാന്റ്, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവയ്ക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾക്ക് തുല്യമോ അതിൽ കൂടുതലായ ആനുകൂല്യങ്ങളോടെ ഇന്ത്യൻ കർഷകർക്ക് മൂല്യവർദ്ധിത UK വിപണി തുറന്നു കിട്ടുമെന്നാണ് ഇതിന് പ്രധാന കാരണം. മഞ്ഞൾ, കുരുമുളക്, ഏലം, മാമ്പഴം, പൾപ്പ്, അച്ചാറുകൾ, പഴവർഗ്ഗങ്ങൾ തുടങ്ങിയ സംസ്കരിച്ച ഉൽപ്പന്നങ്ങൾക്കും നികുതിരഹിത വിപണി പ്രവേശനം ലഭ്യമാകും. വർദ്ധിച്ച കയറ്റുമതി കാർഷിക വരുമാനം വർദ്ധിപ്പിക്കുകയും ഗണ്യനിലവാരം, പാക്കേജിംഗ്, സർട്ടിഫിക്കേഷൻ എന്നിവയ്ക്കും പ്രോത്സാഹനം നൽകുകയും ചെയ്യും. ഇത് കാർഷിക മൂല്യ ശൃംഖലയുടനീളം നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾക്ക്, പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശ്, ഒഡീഷ, കേരള, തമിഴ്നാട് എന്നിവിടങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് UK-യുടെ സമുദ്ര ഉൽപ്പന്ന വിപണിയിലേക്ക് പ്രവേശനത്തിലൂടെ സമൃദ്ധി കൈവരിക്കുകയും UK-യിലേക്ക് ചെമ്മീൻ, മറ്റ് സമുദ്ര ഉൽപ്പന്നങ്ങൾ എന്നിവയുള്ള ഇറക്കുമതി തീരുവ നിലവിൽ 20%-ൽ നിന്നും 0% കുറയും. UK-യുടെ $5.4 ബില്യൺ സമുദ്ര ഇറക്കുമതിയുടെ 2.25% മാത്രമാണ് നിലവിൽ ഇന്ത്യയുടെ പങ്ക് എന്നതിനാൽ ഈ മേഖലയിലെ സാധ്യതകൾ അത്യന്തമാണ്.
ഇന്ത്യ UK കരാർ IT, ES, സാമ്പത്തിക സേവനങ്ങൾ, വിദ്യാഭ്യാസം എന്നിവയുൾപ്പെടെയുള്ള സേവന മേഖലകളെ വലിയ തോതിൽ ഉത്തേജിപ്പിക്കും. ഇത് ഇന്ത്യക്കാർക്ക് പുതിയ അവസരങ്ങൾ തുറന്നു നൽകും. കരാർ സേവനദാതാക്കൾ, ബിസിനസ്, യാത്രികർ, നിക്ഷേപകർ, യോഗ പരിശീലകർ, സംഗീതജ്ഞർ, പാചക വിദഗ്ധർ ഉൾപ്പെടെയുള്ള വൈവിധ്യമുള്ള പ്രൊഫഷണലുകൾ അനുകൂലമായ യാത്രാ വ്യവസ്ഥയിൽ ഇന്ത്യ ഉറപ്പിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ യാഥാർത്ഥ്യമാക്കപ്പെടുന്ന ഇന്ത്യയുടെ സ്വതന്ത്ര വ്യാപാര കരാറുകൾ കേവലം ചുരുക്കങ്ങളിലും സേവനങ്ങളിലും ഒതുങ്ങി നിന്നല്ല, മറിച്ച് പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുന്നു. ഉദാഹരണത്തിന് FTA രാജ്യങ്ങളുമായുള്ള കരാറിലൂടെ ഇന്ത്യയിൽ 1 ദശലക്ഷം നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന $100 ബില്യൺ നിക്ഷേപം ഇന്ത്യ ഉറപ്പാക്കി. ഓസ്ട്രേലിയയിലെ FTAയുടെ IT കമ്പനികളെ അലയിട്ടിരുന്ന ഇരട്ടി നികുതി പ്രശ്നം ഇന്ത്യ പരിഹരിച്ചു. UKയുമായുള്ള കരാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നാണ് ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ. ഇത് UKയിലെ തൊഴിലാളികളുടെയും താൽക്കാലിക ഇന്ത്യൻ തൊഴിലാളികളെയും 3 വർഷത്തേക്ക് സാമൂഹ്യ സുരക്ഷാ സംഭാവനകൾ നിന്ന് ഒഴിവാക്കുന്നു. ഇത് ഇന്ത്യൻ സേവനദാതാക്കളുടെ മത്സരശേഷിയെ ഗണ്യമായി വർദ്ധിപ്പിക്കും. വ്യാപാര കരാറുകൾ മത്സരം വർദ്ധിപ്പിക്കുന്നു. ഇത് ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മത്സരാധിഷ്ഠിത വിലയിൽ ഉയർന്ന നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ലഭിക്കാൻ സഹായിക്കും. ഉൽപ്പന്നങ്ങളുടെ ഗണ്യ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതുമായി സർക്കാർ ന്യായപരമായ പിന്തുണ നൽകുകയും ഗുണനിലവാര നിയന്ത്രണ ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയും FTA ചർച്ചകളിൽ ഈ വിഷയങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും FTAയിൽ ഒപ്പുവെക്കുന്നതിനു മുമ്പ് സർക്കാർ വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട പങ്കാളികളുമായി വിപുലമായ കൂടിയാലോചനകൾ നടത്താറുണ്ട്. മോദി സർക്കാർ ഒപ്പുവെച്ച ഓരോ സ്വതന്ത്ര വ്യാപാര കരാറിനെയും വ്യവസായ സംഘടനകൾ സർവാത്മകമായി പിന്തുണച്ച് സ്വാഗതം ചെയ്ത് സന്തോഷകരമായ കാര്യമാണ്. ഇന്ത്യൻ UK കരാർ വൻകിട സാമ്പത്തിക അവസ്ഥയിൽ തമ്മിലുള്ള സന്തുലിതയും അഭിലഷണവുമായ വ്യാപാര കരാർക്കുള്ള ഒരു മാതൃകയാണ്. നമ്മുടെ അടിസ്ഥാനപരമായ താല്പര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാതെ അടിസ്ഥാന ജീവിത സൗകര്യങ്ങളും അവകാശങ്ങളും നിഷേധിക്കപ്പെട്ട ആകർഷകമായ ആഗോള അവസരങ്ങൾ സ്വതന്ത്ര വ്യാപാര കരാർ തുറന്നു നൽകുന്നു. പുതിയ ഇന്ത്യ എങ്ങനെയാണ് ബിസിനസ് ബന്ധങ്ങളിൽ ഏർപ്പെട്ടത് എന്നതിന്റെ തിളക്കമാർന്ന ഉദാഹരണം കൂടിയാണ് ഇന്ത്യ UK കരാറിനെ കുറിച്ച് മറ്റ് സമാനമായ വ്യാപാര ഉടമ്പടികളെ കുറിച്ചും.